നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. ഉപാസന ഇന്നും ഒരു കഥ പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞിരുന്നു, ഒരു പശുവിൻ്റെയും പന്നിയുടെയും കഥ. ഇന്ന് ഒരു പശുവിൻ്റെയും സിംഹത്തിൻ്റെയും കഥയാണ് പറയുന്നത്. ഇതെന്താ ഉപാസന ഇങ്ങനെ കഥ പറയണമെന്ന് വെച്ചാൽ, ഉപാസന എന്ന ചാനലിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകൾ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കഥകളും പുരാണങ്ങളും പാട്ടുകളും ഭജനകളും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉപാസനയുടെ രീതി. അപ്പോൾ ഈ കഥകളുടെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളൊക്കെ പഠിക്കാൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ അതൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് മാനുഷിക മൂല്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഗുണപാഠ കഥകൾ. ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഏറ്റവും പെട്ടെന്ന് ആസ്വദിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതാണ് ഗുണപാഠ കഥകൾ. അതുകൊണ്ട് തന്നെയാണ് ഉപാസന കഥകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ പശുവും പന്നിയും സിംഹവും ഒക്കെ നമ്മുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങളുള്ള കഥകൾ പറയുമ്പോൾ നമുക്ക് അതിലെ ഗുണപാഠം പെട്ടെന്ന് സ്വീകരിക്കാൻ സാധിക്കും. മാത്രമല്ല, ഉപാസനയ്ക്ക് നല്ലൊരു കുട്ടി ആരാധക വൃന്ദമുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടി പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള കഥകളാണ് ഉപാസന പറയുന്നത്. പിന്നെ മാത്രമല്ല, നമ്മുടെ അനുഭവവും നമ്മുടെ പ്രകൃതിയുമാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരു. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. കഴിഞ്ഞ കഥയിൽ പറഞ്ഞ ആ പശുവും തന്നെയാണ് ഇവിടെയും കഥാപാത്രമായി വരുന്നത്. പശു ഒരിക്കൽ കാട്ടിൽ പുല്ല് തിന്ന് നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് കാട്ടിലുള്ള ഒരു ചതുപ്പിൽ പശുവിൻ്റെ കാല് ആഴ്ന്നുപോയി. പശു കുറേ ശ്രമിച്ചിട്ടും അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. എന്തു ചെയ്യുമെന്ന് പശു ഇങ്ങനെ ആലോചിച്ച് അവിടെ കിടന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു സിംഹം വരുന്നത്. സിംഹം പശു ഈ ചതുപ്പിൽ പെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ സിംഹത്തിന് സന്തോഷമായി. സിംഹം പറഞ്ഞു, ഇന്ന് കുശാലായി, ഇന്ന് നിന്നെ ഞാൻ തിന്നും. പശു ഒന്നും മിണ്ടിയില്ല. അങ്ങനെ സിംഹം പശുവിനെ പിടിക്കാൻ വേണ്ടി ഈ ചതുപ്പിലേക്ക് ചാടി. സിംഹവും ചതുപ്പിൽ ആണ്ടുപോയി. പശുവിനെ തിന്നാനും പറ്റുന്നില്ല. സിംഹം അപകടാവസ്ഥയിലായി. സിംഹം പശുവിൻ്റെ കണ്ണിലേക്ക് നോക്കി. പശുവിന് ഒരു ഭയവുമില്ല. പശു വളരെ ശാന്തഭാവത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ സിംഹം ചോദിച്ചു, ഞാൻ നിന്നെ തിന്നാൻ വന്നിട്ടും നിനക്കൊരു ഭയവുമില്ലല്ലോ, നീ എന്താ ഇത്രയും ശാന്തനായിട്ട് ഇങ്ങനെ കിടക്കുന്നത്? പോരാത്തതിന് നീയൊരു അപകടാവസ്ഥയിലുമാണ്, എന്നിട്ടും നിനക്കൊരു ഭയമോ ഒന്നും തോന്നുന്നില്ല. പശു പറഞ്ഞു, എനിക്ക് ഒരു യജമാനനുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ പുല്ല് തിന്നാനായി കാട്ടിലേക്ക് വന്നത് അദ്ദേഹത്തിന് അറിയാം. എന്നെ കാണാതെയാകുമ്പോൾ അദ്ദേഹം എന്നെ തിരഞ്ഞു വരും, എന്നെ രക്ഷിക്കും. പക്ഷേ നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് ഇവിടെ? ആരെങ്കിലും നിന്നെ തിരഞ്ഞു വരാനുണ്ടോ? പശു വീണ്ടും ശാന്തനായി നിലകൊണ്ടു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ എത്രയൊക്കെ വലിയവനാണെങ്കിലും നമുക്ക് നമ്മളെ തിരഞ്ഞു വരാൻ ഒരു യജമാനൻ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. സർവേശ്വരൻ നമ്മുടെ ഏത് ആപത് ഘട്ടങ്ങളിലും നമുക്ക് ഒപ്പമുണ്ടാവും, നമ്മളെ തിരഞ്ഞു വരും. നമ്മളൊരു അപകടത്തിൽപ്പെട്ടാൽ ആ സർവേശ്വരൻ നമ്മളെ രക്ഷിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. പക്ഷേ ആ ഈശ്വരൻ നമ്മെ അന്വേഷിച്ച് വരണമെങ്കിൽ നമ്മൾ ആ ഈശ്വരനുമായി ഒരു ബന്ധം സ്ഥാപിക്കണം. എങ്ങനെയാണ് ഈശ്വരനുമായിട്ടുള്ള ബന്ധം? അത് മറ്റൊന്നുമല്ല, നമ്മുടെ സത്കർമ്മങ്ങൾ തന്നെയാണ്. നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യാതെ ഈശ്വരൻ രക്ഷിക്കും, ഏത് ആപത്ഘട്ടത്തിലും ഈശ്വരൻ വന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നാം നമ്മുടെ പ്രവൃത്തികൾക്ക് വളരെയധികം ബഹുമാനം, സ്ഥാനം കൊടുക്കണം. സത്കർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടാതിരിക്കില്ല. ആ ഒരു സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന വിശ്വാസത്തിൻ്റെ ബലത്തിലായിരിക്കണം നമ്മൾ ഈശ്വരനെയും കാത്തിരിക്കേണ്ടത്. അല്ലാതെ പ്രവൃത്തികൾ ചെയ്യാതെ ഈശ്വരനെ കാത്തിരുന്നാൽ അത് വൃഥാവിലാവും. എല്ലാവർക്കും നല്ല പ്രവൃത്തികൾ ചെയ്ത് ഉന്നതിയിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.